അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബിയുടെ കാലത്ത് ഉണ്ടായ ഒരു ബർദിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. ആരാണ് മൂസാ നബി? കലാമുള്ള, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുവാൻ കഴിവ് കൊടുത്ത ഒരേ പ്രവാചകനാണ്. മൂസാ നബിയുടെ സമാനയിൽ ഒരിക്കൽ മഴയില്ലാതായി. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടിലായി. കൃഷിയും എല്ലാവും നഷ്ടപ്പെട്ട് ജീവിക്കാൻ കഷ്ടമായി. അങ്ങനെ അവിടത്തെ ജനങ്ങളെല്ലാം മൂസാ നബിയുടെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രവാചകനല്ലേ, ദുആ സ്വീകരിക്കുമെന്ന്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തീങ്ങളെ കൂട്ടിക്കൊണ്ട് നിസ്കരിക്കാനായി പോയി. അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. നബിമാരുടെ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. അങ്ങനെ മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ചൂട് പിന്നെയും കഠിനമായി. മഴ വന്നില്ല. മൂസാ നബിക്ക് ഷോക്കായി. എന്തുകൊണ്ട് ഇങ്ങനായി? അങ്ങനെ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ്, ഞാൻ നിന്നോട് മഴ വർഷിപ്പിക്കാനായി ദുആ ചെയ്തു, നീ ചൂടിനെ പിന്നെയും ശക്തമാക്കി, എന്താണ് കാരണം? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ മൂസ, നിന്റെ ആൾക്കാരിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് എന്റെ കോപത്തിന് കാരണമായിട്ടുണ്ട്. അയാളുടെ തെറ്റ് കാരണം കൊണ്ട് അത് ഏതുവരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അയാൾ അവിടെ നിൽക്കുന്നതുവരെ ഞാൻ മഴ വർഷിക്കുന്നില്ല. അയാളെ അവിടെ നിന്ന് എടുക്കുക, എന്നാലേ ഞാൻ മഴ വർഷിപ്പിക്കും. അപ്പോൾ തെറ്റ് എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കുക. മൂസാ നബിയുടെ ദുആ പോലും നിപ്പിച്ചു. അയാളുടെ തെറ്റിന്റെ ലെവൽ അത്ര ഉയരത്തിലുണ്ടായിരുന്നു. അങ്ങനെ മൂസാ നബി ജനങ്ങളോട് പറഞ്ഞു, ഒരാളുടെ 40 വർഷം മുതൽ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആരാണെങ്കിലും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകണം. ഇത് കേട്ടപ്പോൾ ആ ആൾക്ക് ടെൻഷനായി, പേടിയായി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങനെ അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, തന്റെ ഇസ്സത്ത് ബച്ചാവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഞാൻ ജലീലാകും, എല്ലാവർക്കും അറിയപ്പെടും. ഇനി ഞാൻ പോയില്ലെങ്കിലോ മഴയില്ലാതാകും. 40 കൊല്ലം ചെയ്ത ഹറാമ് ഫുൾ അപ്പർ ലെവൽ അയാൾ ചെല്ലാൻ തുടങ്ങി. ഇലാഹി അസൈതുക 40 സനതൻ ഫഅംഹൽതനി. യാ റബ്ബ്, 40 കൊല്ലം ഞാൻ നീ പറഞ്ഞത് കേൾക്കാതെ തന്നെ നടന്നു. പക്ഷെ നീ എന്നെ രഹസ്യമാക്കിയേ വെച്ചു. ഇന്നും നീ എന്നെ രഹസ്യമാക്കണമേ. ഞാൻ നിന്നോട് മാഫ് ചോദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മാഫ് ചോദിക്കുന്നത്? തന്റെ ഇസ്സത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? അപ്പോൾ തന്നെ മഴ വർഷിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. മൂസാ നബി ഷോക്ക്. ഇത് എങ്ങനെ സംഭവിച്ചു? ഒരാളും പുറത്തു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, ഒരാളെയും ഞാൻ പുറത്തു വരുന്നത് കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മഴ വന്നത്? അള്ളാഹുവിന്റെ മറുപടി നോക്കി, സുബ്ഹാനല്ലാഹ്, യാ മൂസ, ആരെ കാരണം കൊണ്ടാണ് മഴയില്ലാതായത്? അയാൾ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ വന്നത്. ഇത്രയും പെട്ടെന്ന് ആരെങ്കിലും സ്റ്റേറ്റസ് ചേഞ്ച് ആക്കുവോ? മൂസാ നബി പറയുന്നു, ഇത് എങ്ങനെ സാധിച്ചു? ഇപ്പൊ 1 സെക്കൻഡ് മുന്നേ അയാൾ മുജ്രിമായിരുന്നു, ഇത്ര പെട്ടെന്ന് എങ്ങനെ ചേഞ്ചായി? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അയാൾ തൗബ ചെയ്തു, ഞാൻ സ്വീകരിച്ചു. അയാൾ മാഫ് ചോദിച്ചു, ഞാൻ മാഫ് കൊടുത്തു. അപ്പോൾ മൂസാ നബി പറയുന്നു, യാ അല്ലാഹ്, ആരിയത് അങ്ങനത്തെ ഒരാൾ, അണക്ക് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ മൂസ, 40 കൊല്ലത്തിൽ അയാൾ ഹറാമിയത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ അയാളെ വെളിവാക്കിയിട്ടില്ല. ഞാൻ അയാളുടെ തെറ്റിലേക്ക് പർദ്ദ ഇട്ടോണ്ട് വന്നു. അയാൾ ഇപ്പോൾ തൗബ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അതിനെ വെളിവാക്കുമോ? ഇത് എന്റേതും അവന്റെയും ഇടയിലുള്ള വിഷയമാണ്. എന്റേതും എന്റെ അടിമയുടെ ഇടയിലുള്ള രഹസ്യമാണ്. വളരെ മനസ്സിലേക്ക് ഒരു സമാധാനം നൽകുന്ന ഒരു കഥയാണിത്. അള്ളാഹു നാം എല്ലാവരുടെയും പാപങ്ങളെ പുറത്തു തരട്ടെ. ബല്ലിഗു അന്നി വലൗ ആയ. എന്നിൽ നിന്ന് ഒരു ആയത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.